കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഗർ മാച്ചിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഫിഗർ മാച്ചിങ് ആണ് അല്ലെ? അപ്പോൾ ഇന്ന് നമ്മുടെ മെന്റൽ എബിലിറ്റിയിൽ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഫിഗർ സീരീസ് കംപ്ലീഷനെ കുറിച്ചാണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫിഗർ സീരീസ് കംപ്ലീഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മുടെ ഒരു ഫിഗർ തരികയാണ്. ഇത് ഒരു ട്രയാങ്കിൾ. അടുത്തത് നമുക്കൊരു ഫിഗർ തരുന്നു, ഒരു 3 ട്രയാങ്കിൾ. ഇനി നമുക്ക് ഒരു ഫിഗർ തരികയാണ്, ഒരു 5 ട്രയാങ്കിൾ. ഇനി ഇതെന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇത്? ഇതൊരു ട്രയാങ്കിൾ, ഇത് 3 ട്രയാങ്കിൾ, അടുത്തത് 5 ട്രയാങ്കിൾ. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? കമന്റ് ചെയ്യാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. എന്തായിരിക്കും ആൻസർ? 7 ട്രയാങ്കിൾ. വെരി ഗുഡ് ദിന, 7 ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഹായ് മിലൻ, ഹായ് എലൈന, ഹായ് ഷൗഹാൻ, ഹായ് അതുൽ. ഓക്കെ, അപ്പോ വളരെ നന്നായി എല്ലാവരും ആൻസർ ചെയ്തു. നിരഞ്ജൻ പറഞ്ഞു 7 ട്രയാങ്കിൾ. വളരെ ശരിയാണ്, നമ്മുടെ ആൻസർ 7 ആണ്. അപ്പൊ ഫിഗർ സീരീസ് കംപ്ലീഷനിൽ നമ്മൾ എന്താണ് ഓഡ് നമ്പർ എന്ന് അറിഞ്ഞിരിക്കണം. ഓഡ് നമ്പറിന്റെ മലയാളമാണ് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നു. അപ്പൊ 1 കഴിഞ്ഞാൽ 3 വരും, 3 കഴിഞ്ഞാൽ 5 വരും, 5 കഴിഞ്ഞാൽ 7 വരും, 7 കഴിഞ്ഞാൽ 9 വരും, 11 വരും, 13 വരും. ഇവിടെ ഒരു 2ന്റെ ഡിഫറൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റ സംഖ്യകൾ പോലെ ഇവര് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, 7 ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ഈവൻ നമ്പർ എന്താന്ന് അറിയണം. ഈവൻ നമ്പർ എന്താണ്? ഇരട്ട സംഖ്യകളാണ്. 2 ഇരട്ട സംഖ്യയാണ്, 4 ഇരട്ട സംഖ്യയാണ്, 6 വരും, 8 വരും, 10, 12, 14, 16, 18 ഇങ്ങനെ പോകുന്നു. ഇവിടെയും 2 കൂടി പോകുന്നത്. ഇനി നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് ഇല്ലേ? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ മറ്റൊരു പേരെന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നമ്മുടെ എണ്ണുന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നൊന്ന് കൗണ്ട് ചെയ്യൂ എന്ന് ടീച്ചർ ചോദിച്ചാ ആദ്യത്തെ കുട്ടി 1 എന്ന് പറയും, രണ്ടാമത്തെ കുട്ടി 2 എന്ന് പറയും, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനല്ലേ പറയുന്നത്? ജസ്റ്റ് ഒന്ന് ഡിഫറൻസിൽ അങ്ങ് പോവല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനല്ലേ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 3 സീരീസുകൾ കണ്ടു. അതായത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ, ഈവൻ നമ്പർ, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഫിഗർ സീരീസ് വരുന്നത്. ചിലപ്പോ ഇങ്ങനെ ഒരു ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, ഈവൻ നമ്പേഴ്സ് ഇങ്ങനെ അവർ ഉദ്ദേശിക്കാം. പിന്നെ ഇതിനകത്ത് എല്ലാം ട്രയാങ്കിൾ ആണ്. അപ്പൊ പിന്നെ സർക്കിൾ വരുവോ? സർക്കിൾ വരുവോ? ഇല്ല, ട്രയാങ്കിൾ തന്നെയാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മാം പറഞ്ഞത് മനസ്സിലായോ? ആദ്യ ചോദ്യത്തിന്റെ ആൻസർ എല്ലാവർക്കും പിടികിട്ടിയോ? ഇന്ന് പരീക്ഷയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. പിന്നെ നമ്മളുടെ ഒരു മിസ്സിംഗ് ക്ലാസ് ഇല്ലേ, അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ നമുക്ക് 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നാളെ നമുക്ക് 100 മാർക്കിന്റെ എക്സാം ഉണ്ടായിരിക്കും. ഇന്നത്തെ 50 ക്വസ്റ്റ്യൻ, നാളത്തെ 50 ക്വസ്റ്റ്യൻ ഒന്നിച്ച് 100 മാർക്കിന്റെ എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ, എന്താണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, ഇങ്ങനൊരു ഫിഗർ തരും, എന്നിട്ട് അടുത്തത് ഏതാണ് എന്ന് ചോദിക്കും. ഇവിടെ കണ്ടോ, വാട്ട് വിൽ ബി ദ ഷേപ്പ് അറ്റ് ദ 17th പൊസിഷൻ.
നെക്സ്റ്റ് ചോദിക്കാം, സെക്കൻഡ് ഏതാന്ന് ചോദിക്കാം, ഇനി തേർഡ് വരുന്നത് ഏതാന്ന് ചോദിക്കാം, 17th വരുന്നത് ഏതാന്ന് ചോദിക്കാം, 20th വരുന്നത് ഏതാന്ന് ചോദിക്കാം, 100th വരുന്നത് ഏതാന്ന് ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ എന്തുമാകാം. ക്ലിയർ ആണോ? ഇങ്ങനെ നെക്സ്റ്റ് ഫിഗർ ഏത് എന്നായിരിക്കും ചോദ്യം വരുന്നത്. എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഇത് പഠിക്കാം. അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് മാം ഓരോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളായി പഠിച്ചു പോകാം. വളരെ സിമ്പിൾ ആണിത്. ആൻസർ വന്നു. ഏറ്റവും ആദ്യം പറയുന്നത് ദിനയാണ്. ആൻസർ ബി എന്ന് പറഞ്ഞു. ഒരുപാട് പേര് ആൻസർ പറയുന്നു. കൃഷ്ണേന്ദു ആണ് ഏറ്റവും ആദ്യം നമ്മളുടെ ആൻസർ പറഞ്ഞത്. ഏറ്റവും ആദ്യം ആരാണ് പറയുന്നതെന്ന് മാം നോക്കും കേട്ടോ. സാൽവിയ ഡോറിസ് പറയുന്നു, നക്ഷത്ര പറഞ്ഞു. ഒരുപാട് പേര് ഇതാണ്ട് ആൻസർ ബി ആണ് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് കറക്റ്റ്. എല്ലാവർക്കും ഒറ്റ ആൻസറേ ഉള്ളൂ, വേറൊരു ആൻസർ ആരും പറയുന്നില്ല. ഹന്നയും പറയുന്നു ബി ആണ്. നമുക്ക് നോക്കാം ആര് പറയുന്നതാണ് കറക്റ്റ്. നമുക്ക് നോക്കണ്ടേ? എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാൻ പോവുകയാണ്. ആദ്യം ഇത് നിങ്ങൾ ചീട്ട് കളിക്കുന്നെങ്കിൽ ഈ സിമ്പിളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചീട്ടിലൊക്കെ കാണുന്ന ഒരു സിമ്പിൾസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ദാണ്ട് ഈ ഒരു ഷേപ്പാണ് കാണുന്നത്. ഇനി ഡയമണ്ടിന്റെ ഷേപ്പാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഈ ലവ് ഷേപ്പ് തിരിച്ചുള്ളതാണ് കാണുന്നത്. പിന്നെ നമുക്ക് ലവ് ഷേപ്പ് കാണാം. ഈ 4 ഷേപ്പ് കണ്ടു. ഈ സെയിം രീതിയിൽ തന്നെയല്ലേ അടുത്ത 4 ഷേപ്പ് വരുന്നത്? ആണോ? അപ്പൊ ഒരു 4 തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ആദ്യം ഒരു 4, അടുത്ത വീണ്ടും 4, അടുത്ത 4, വീണ്ടും അടുത്ത 4, അടുത്ത 4, അടുത്ത 4. ഇങ്ങനെ ഇത് സെയിം സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഓർഡർ സെയിം അല്ലേ? നമ്മൾ ആദ്യം നോക്കണം ഇതിന് റെപ്പറ്റീഷൻ ഉണ്ടോ, ഓർഡറിൽ വ്യത്യാസമുണ്ടോ. പാതി ഇങ്ങനെ പോയി. ഇനി ഡയമണ്ടിന്റെ ഷേപ്പ് എപ്പോഴും രണ്ടാമതാണ്, ഈ ലൗണ്ട് ഷേപ്പ് എപ്പോഴും മൂന്നാമതാണ്, ഈ ഷേപ്പ് എപ്പോഴും നാലാമതാണ്, ഫസ്റ്റ് എപ്പോഴും ഇതാണ്. ഓർഡറിൽ യാതൊരു മാറ്റവുമില്ല, എപ്പോഴും സെയിം പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ 4 ഇത്, അടുത്ത 4 ഇത്, 4 4 8 ആയി. ഇനി അടുത്തത് 12, 12 4 16 അല്ലെ? 16ാമത് വരുന്നത് എന്തായിരിക്കും? ഈ ഷേപ്പ് ആയിരിക്കത്തില്ലേ 16ാമത് ഏറ്റവും ലാസ്റ്റ് വരുന്നത്? എല്ലാ 4ന്റെ ടേബിളിലും ഈ ഷേപ്പ് വരും. 4 8 12 16 ഈ ഷേപ്പ് തന്നെയല്ലേ വരുന്നത്? ഡൗട്ട് ഉണ്ടോ? എല്ലാ ലാസ്റ്റ് ഷേപ്പും ഇത് തന്നെ. അപ്പൊ 17ാമത്തെ ഷേപ്പ് എന്താണ്? 17ാമത്തെ ഷേപ്പ് ഇതാണ്. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പറയാം, സിമ്പിൾ ആയി ചെയ്യാം. ചിലർ വിചാരിക്കും നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാമെന്ന്. ആദ്യത്തെ ഷേപ്പ് ഇത്, 2 ഇത്, 3 ഇത്, 4 എഴുത്. വീണ്ടും അവർ ഇങ്ങനെ വരയ്ക്കും. 1 ഇത്, അടുത്ത ഡയമണ്ട് ആണ്, അടുത്ത ഇങ്ങനെയുള്ള ലവ് ആണ്. പിന്നെ അവർ തിരിച്ചു വരയ്ക്കും. വീണ്ടും അവർ ഒന്നും കൂടെ വരയ്ക്കും, പൂവ് കിട്ടി. പിന്നെ അവർ ഡയമണ്ട് ഷേപ്പ് വരയ്ക്കും, പിന്നെ തിരിച്ചുള്ള ലവ് വരയ്ക്കും, ഇങ്ങോട്ടുള്ള ലവ് വരയ്ക്കും. അപ്പൊ ഇവർക്ക് 16 വരെ ആയി. ഇനി അവർ 17ാമത്തെ നോക്കും. അപ്പൊ അവർ വിചാരിക്കും ഇതാണ്, എന്നിട്ട് അവർ ആൻസർ എടുക്കും. ഇത്രയും സമയം നമ്മളുടെ കളഞ്ഞാൽ നമുക്ക് എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വരച്ച് 17ഉം 100ാമത്തെ ചോദിച്ചാൽ 100 വരെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരച്ച് ചെയ്യാൻ നിൽക്കരുത്. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വരച്ച് ചെയ്തോ. പക്ഷെ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് വരയ്ക്കാണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. ഇതൊരു 4ന്റെ സീരീസ് ആണ്. അപ്പൊ 4ാമത് ഈ ചിഹ്നമാണ്, 8ാമത് ഈ ചിഹ്നമാണ്, 12ാമതും ഈ ചിഹ്നമാണ്, 16ാമതും ഈ ചിഹ്നമാണ്. അപ്പൊ 17ാമത് തൊട്ട് ഫ്രണ്ടിൽ വരുന്ന ഇത് തന്നെ. അപ്പൊ ആൻസർ ഇത് തന്നെ. എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയോ? ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയ എല്ലാവരും ഒന്ന് ഇമോജീസ് എഴുതിയേ. ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയ എല്ലാവരും ഇമോജീസ് എഴുതിയേ. ഓക്കെ, ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി?
നമ്മൾ ആദ്യം നോക്കണം ഇത് റെപ്പിറ്റേഷൻ ഉണ്ടോ, റെപ്പിറ്റേഷൻ ഇല്ല, സെയിം ഓർഡറിലാണ്. അപ്പോ സെയിം ഓർഡറിലാണ്, അതായത് ഇത് അതായത് 4 എണ്ണത്തിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. റെപ്പിറ്റേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, 4 എണ്ണത്തിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എവരി 4 സീരീസ് ആർ സെയിം, 4 എണ്ണത്തിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഓർഡർ എപ്പോഴും സെയിം ആണ്. ഒന്നാമതിതാണ്, രണ്ടാമതിതാണ്, മൂന്നാമതിതാണ്, നാലാമതിതാണ്. അപ്പൊ നാലാമതിതാണ്. എട്ടാമതും ഇത് തന്നെ, 4ന്റെ ടേബിളിലെല്ലാം ഇത് തന്നെ. 12ാമത് ഇത്, 16ാമത് ഇത്, എങ്കിൽ 17ാമത്തത് ചോദിച്ചു. അപ്പൊ നമുക്ക് ഈ പൂവ് കിട്ടി. ഇനി ഇതേ പാറ്റേൺ തന്നെ, ഇതിപ്പോ മൂന്നാമതിതല്ലേ, അപ്പൊ നമ്മൾ ചോദിക്കാണ് ഇതിനകത്ത് 15ാമത് ഏതാണ്? 15 ഏതാണ്? ഇത് 3 ആണ്. അടുത്തത് 6, കണ്ടോ? ഇപ്പൊ 4 വന്നു, 8, 12. ഇനി അടുത്തത് 3 ആകുമ്പോ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും, കണ്ടോ? ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യും. 100ാമത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. 100ാമത് എന്ന് പറയുമ്പോൾ 25 ഗുണം 4 ആണ്. 100ാമത് എന്തായിരിക്കും? ഈ 4ന്റെ ഷേപ്പാണ്, ഇതായിരിക്കും 100ാമത്. 100th ഇത് തന്നെ. ഇതൊരു 4ന്റെ സീരീസ് ആണ്. എല്ലാ 4ന്റെ ടേബിളിലും 4ന്റെ ഗുണിതങ്ങളിലും ഈ ഷേപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും. പിടികിട്ടിയ? എല്ലാവർക്കും പിടികിട്ടിയ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാൻ പോവുകയാണ്. എല്ലാരും ഏറ്റവും വേഗം ആൻസർ പറയുക. ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി. ഓക്കെ, 1-2 പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് മാം ഒന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. സീരീസിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതാണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ വന്നു കഴിഞ്ഞു. അഭിനേഷ് ആൻസർ പറഞ്ഞു. സി, ഓക്കെ, സി പറഞ്ഞു. ദിന പറഞ്ഞോളൂ. സി ആണ് കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയും ബിയും ഇടയ്ക്കൂടെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കൃഷ്ണേന്ദു പറഞ്ഞിരിക്കുന്നത് സി, കണ്ടിരുന്നു കൃഷ്ണേന്ദു. ഇനി കൂടുതൽ പേരും സി തന്നെയാണ് പറയുന്നത്. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സീരീസില് ഡയമണ്ട് ആണ് ആദ്യത്തെ ഷേപ്പ്, രണ്ടാമതാണ് ഇത് വന്നത്, മൂന്നാമത്, നാലാമത്. ക്ലിയർ ആണോ? എപ്പോഴും ഡയമണ്ട് ആണ് ഒന്നാമത് വരുന്നത്, രണ്ടാമത് ഇതാണ്, മൂന്നാമത് ഇതാണ്, നാലാമത് ഇതാണ്. ഓർഡർ നോക്കിയപ്പോൾ മാറ്റമില്ല, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4 എണ്ണം കൂടുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ 4ന്റെ ടേബിള് വരുമ്പോഴും ഈ ഷേപ്പ് തന്നെയായിരിക്കും. 4, 8, 12, 16 ഏതിലും ഈ ഷേപ്പ് തന്നെയാണ്. അപ്പൊ ആൻസർ എന്താണ്? 16ാമത് പൊസിഷൻ എന്താണ് എന്നാണ് ചോദ്യം. എല്ലാ 4ന്റെ ടേബിളിലും ആൻസർ ഇത് തന്നെയല്ലേ? എല്ലാരും ഒന്ന് നോക്കിയേ, എല്ലാരും ഒന്ന് ചെക്ക് ചെയ്തേ. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? 16ാമത് എന്താണ്? ഈ 4ാമത് ഇതാണ്, അടുത്തത് 8ാമത് ഇതാണ്, 12ാമത് ഇതാണ്, 16ാമത് എന്താണ്? ഏത് ഷേപ്പാ? ആദ്യം ഇത് വന്നു, പിന്നെ ഈ പൂ പോലെ വന്നു, തിരിച്ചു വന്നു, അങ്ങോട്ട് വന്നു, അങ്ങോട്ടുള്ള ലവ് ഷേപ്പ് വന്നു. ഇത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ഏത് ഷേപ്പാണ് വരാൻ പോകുന്നത്? ഈ ഒരു ഷേപ്പ് തന്നെയല്ലേ വരുന്നത്? ഇത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്ത് വരൂ. എത്ര പേർക്ക് പിടികിട്ടിയോ? കാണുന്നില്ലേ? ഓക്കെ, നിങ്ങൾ മുമ്പത്തെ സീരീസ് ആണോ നോക്കിയത്? എല്ലാവരും ഈ ഒരു സീരീസ് വെച്ചിട്ടാണോ ആൻസർ പറയാൻ ശ്രമിച്ചത്? ക്വസ്റ്റ്യൻ ഒന്ന് മാറിയായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ മാറിയില്ലായിരുന്നോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ?
ഇത് ഓപ്ഷൻ എ ആണ്, ഇത് ഓപ്ഷൻ ബി ആണ്, ഇത് ഓപ്ഷൻ സി ആണ്, ഇത് ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്, കേൾക്കുന്നുണ്ട്. സവിത ഒന്ന് ബാക്കിൽ പോയിട്ട് തിരിച്ചു വരിക, ബാക്കിൽ പോയിട്ട് തിരിച്ചു വരിക. ഓക്കെ, അലൻ ബെന്നിന്റെ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ എത്ര പേർക്ക് ഇപ്പൊ ഓപ്ഷൻ എ കിട്ടി? ഓപ്ഷൻ എ കിട്ടിയവർ, ഇപ്പോൾ മനസ്സിലായവരെല്ലാരും ഒന്ന് ഇമോജീസ് ഇടുക. കുറച്ചു പേരുടെ ആൻസർ മാത്രമേ ശരിയായുള്ളൂ അല്ലെ? മനസ്സിലായില്ലേ? ഇപ്പോ മനസ്സിലായി? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷാരിക അറേഞ്ചസ് ടൈൽസ് ഓൺ ദ ഫ്ലോർ ആസ് ഷോൺ ബിലോ. Which column of tiles is missing from Sharika's floor? ഷാരിക ടൈൽസ് അറേഞ്ച് ചെയ്യുകയാണ്. ഈ കോളം മിസ്സിംഗ് ആണ്. ഇത് ഏത് കോളമാണ് എന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. ഷാരികയുടെ മിസ്സായിട്ടുള്ള കോളം ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, ഹായ് റയാൻ ലിജോ, വെൽക്കം. ഹന്ന കാണുന്നുണ്ട്. ഓക്കെ, ആൻസർ വന്നു സി. ആൻഡ്രിയ ആൻസർ പറഞ്ഞു. കൃഷ്ണേന്ദുവിന്റെ ആൻസർ കണ്ടില്ലല്ലോ. കൃഷ്ണേന്ദു സി പറഞ്ഞു. ഡി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ആരുടെ ആൻസർ ആണ് ശരി എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഞാൻ ഈ ഒരു നോക്കുകയാണ്, ഈ ഒരു റോയിലേക്ക് നോക്കുകയാണ്. നോക്കി, ഇതിന്റെ സീരീസ് എങ്ങനെയാണ്? ആദ്യം ഒരു വര, മുകളിൽ ഒരു കുത്ത്, പിന്നെ അടുത്ത വര, താഴെ ഒരു കുത്ത്, വീണ്ടും ഒരു വര, മുകളിൽ ഒരു കുത്ത്. ഞാൻ ദാണ്ട് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ നോക്കുവാണ് ഈ സംഭവം എന്താണെന്ന്. അതിനുശേഷം എന്താണ് കാണുന്നത്? മുകളിൽ ഒരു വര, താഴെ കുത്ത്, മുകളിൽ വര, താഴെ കുത്ത്. അടുത്തത് എന്തായിരിക്കും? താഴെ കുത്ത്. അടുത്തത് മുകളിൽ വര, താഴെ കുത്ത്, മുകളിൽ കുത്ത്, താഴെ കുത്ത്, മുകളിൽ കുത്ത്, താഴെ കുത്ത്. ഇതാണ് സംഭവം. ക്ലിയർ ആണോ? നമ്മൾ പറയത്തില്ലേ മാങ്ങപറി ചെളിക്കുത്ത്, മാങ്ങപറി ചെളിക്കുത്ത്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്? മുകളിൽ ഒരു കുത്ത്, താഴെ ഒരു കുത്ത്, മുകളിൽ ഒരു കുത്ത്, താഴെ ഒരു കുത്ത്, മുകളിൽ ഒരു കുത്ത്, താഴെ ഒരു കുത്ത്, മുകളിൽ ഒരു കുത്ത്, താഴെ ഒരു കുത്ത്. മാറ്റമുണ്ടോ? നമുക്ക് നെക്സ്റ്റ് അല്ല വേണ്ടത്, ഇപ്പുറത്തതാണ് വേണ്ടത്. ഇപ്പുറത്തത് എന്തായിരിക്കും? ഇപ്പുറത്തത് താഴെ ഒരു കുത്തല്ലേ? ഇവിടെ മുകളിൽ കുത്താണെങ്കിൽ താഴെ ഒരു കുത്തല്ലേ? നമ്മുടെ ഒന്നാമത്തെ സീരീസ് കിട്ടി, താഴെ കുത്ത്. ഇത് താഴെ കുത്താണോ? ഇത് മുകളിൽ കുത്താണ്. ഇതല്ല. താഴെ കുത്താണ്. ഇത് മുകളിൽ കുത്താണ്. ഇതല്ല ഉത്തരം. ഇത് താഴെ കുത്താണ്. ഇത് ഇത്രയും ശരിയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും പിടികിട്ടിയോ? ഫസ്റ്റ് പറഞ്ഞത് എല്ലാവർക്കും പിടികിട്ടി. ഇനി നമ്മൾ സെക്കൻഡിലേക്ക് പോവുകയാണ്. ഇത് നോക്കിയേ, സെക്കൻഡിൽ ആദ്യം നമ്മൾ കാണുന്നത് താഴെ കുത്ത്, അടുത്തത് മുകളിൽ കുത്ത്, വീണ്ടും താഴെ കുത്ത്, മുകളിൽ കുത്ത്, താഴെ കുത്ത്. ഇനി മുകളിൽ കുത്ത് വരണം, താഴെ കുത്ത് വരണം, മുകളിൽ കുത്ത് വരണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മുകളിൽ കുത്തായിരിക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പൊ മുകളിൽ കുത്താണ്, ഇത് ശരിയാണ്. താഴെ കുത്താണ്, ഇത് തെറ്റാണ്. ഇത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, സി ആണ്. എങ്കിലും നമ്മൾ ലാസ്റ്റ് വെരിഫൈ ചെയ്യുന്നു. ഒന്നും കൂടെ നമ്മൾ ലാസ്റ്റത്തെയും കൂടെ ചുമ്മാ വെരിഫൈ ചെയ്യുന്നു. എക്സാമിന് നിങ്ങൾക്ക് സി എഴുതാം. പിന്നെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയം കളയണ്ട. താഴെ മുകളിലാണ് കുത്ത്, താഴെയാണ് കുത്ത്, മുകളിൽ കുത്ത്, ഈ വരയ്ക്ക് താഴെ കുത്ത്, മുകളിൽ കുത്ത്. എങ്കിൽ ഇവിടെ എന്ത് വരണം? താഴെ കുത്ത് വരണം. കട വര തിരിച്ചാണ്, ഇങ്ങനെയല്ല വര, ഇങ്ങനെയാണ് വര, എന്നിട്ട് താഴെ കുത്തിടണം. വര ഇങ്ങനെയാണ്, താഴെ കുത്തിടണം. ഈ സി ശരിയാണ്, പക്ഷെ ഇവിടാണ് തെറ്റിപ്പോയത്. ഇത് ശരിയാണ്. അപ്പൊ ആൻസർ സി. എല്ലാവർക്കും സി പിടികിട്ടിയോ? സി എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായവരെല്ലാരും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ക്ലിയർ ആണ്. അപ്പൊ ഫിഗർ സീരീസ് ഇപ്പോ ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് സംഭവം?
നമുക്ക് ഒരു സീരീസ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. ചിലപ്പോൾ 1, 3, 5 എന്ന് പറയുന്ന ഓഡ് നമ്പർ സീരീസ് ആകാം, അല്ലെങ്കിൽ ഈവൻ നമ്പർ സീരീസ് ആകാം, അല്ലെങ്കിൽ 4, 4, 4 ഇങ്ങനത്തെ സീരീസുകളാകാം. ഏതെങ്കിലും ഗുണനം 5, 5, 5, 5 അങ്ങനെയാകാം. 6, 6, 6 എന്നുള്ള സീരീസ് ആകാം. ഇപ്പൊ ഇത് കണ്ടോ, ഒരു സർക്കിൾ, 2 സർക്കിൾ, അടുത്തത് 3 സർക്കിൾ. ഇനി അടുത്തത് എന്താന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ ഉത്തരം? 4 സർക്കിൾ ആയിരിക്കണം അല്ലെ? ഇത് ഒരു സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ. അടുത്ത നമ്മുടെ ഉത്തരം എന്താണ്? 4 സർക്കിൾ ആയിരിക്കണം. ഇങ്ങനെ ഒരു സീരീസ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. ക്ലിയർ ആണോ? ഇത് കണ്ടോ, ഇപ്പം ഇതിപ്പോ സർക്കിൾ അല്ല, പകരം എന്താ, ഇത് മുകളിൽ കുത്ത്, അടുത്തത് താഴെ കുത്ത്, ഇനി മുകളിൽ കുത്ത്, താഴെ കുത്ത്, അടുത്തത് എന്താന്ന് ചോദിച്ചാൽ മുകളിൽ കുത്ത്, അടുത്തത് എന്താന്ന് ചോദിച്ചാൽ താഴെ കുത്ത്. ഇതാണ് ഇതിന്റെ ഒരു സീരീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞതാണ്ട്, ഒരു വട്ടം വരച്ചിട്ട് ഒരു വരയിട്ടു. അടുത്തതെന്ന് വെച്ചാൽ ഒരു വട്ടം വരച്ചിട്ട് ഇൻറ്റു ഇട്ട്, അടുത്തത് വട്ടം വരച്ച് വരയിട്ടു, ഒരു സർക്കിൾ വരച്ചു, ഇൻറ്റു ഇട്ടു. അടുത്ത എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ഒരു സർക്കിൾ വരയ്ക്കുക, വരയിട്ടാൽ മതി. കണ്ടോ, ഈ സീരീസ് പിടികിട്ടിയില്ലേ? അപ്പോ ഏതെങ്കിലും തരത്തിൽ ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാകാം. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എല്ലാരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും ആദ്യം ആൻസർ പറയുന്നത് ആരാ എന്ന് മാം നോക്കാൻ പോവുകയാണ്. ഏറ്റവും ഫാസ്റ്റ് ആൻസർ പറയുന്ന ആര് എന്ന് മാം നോക്കും. പിന്നെ ഒരു കാര്യം, ആർക്കെങ്കിലും ഡൗട്ട് വന്നാൽ ഉടനെ തന്നെ ചോദിക്കണം. മെന്റൽ എബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് വന്നാലും മാമിനോട് ചോദിക്കുക. മാം ഉടനെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. മാം ഒരു വട്ടം പറയുന്ന മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞു തരും. ക്ലിയർ ആണോ? എല്ലാരും ഡൗട്ട് ചോദിക്കണേ. ആരോൺ പറയുന്നു സി ആണ്. അപ്പൊ ഒരുപാട് പേര് താണ്ട് സി പറയുന്നു. നമുക്ക് നോക്കാം. എല്ലാവർക്കും ആൻസർ കിട്ടിയ. ആൻഡ്രിയ പറയുന്നു സി ആണ്. ലെറ്റ്സ് ചെക്ക്. ആദ്യം ഒരു വര വരച്ചു, പിന്നെ ഈ വര അവിടെ ഉണ്ട്. നമ്മളുടെ ആദ്യത്തെ വരയ്ക്ക് ഒരു മാറ്റം ഉണ്ടോ? ഇല്ല, ആദ്യത്തെ വര അതുപോലെ ഉണ്ട്. രണ്ടാമതൊരു വര വരച്ചു, രണ്ടാമത്തെ വരയ്ക്ക് മാറ്റം ഉണ്ടോ? ഇല്ല, രണ്ടാമത്തെ വര അതുപോലെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ വര അതുപോലെ ഇരിക്കണം, രണ്ടാമത്തെ വരയും മാറാൻ പാടില്ല. ഇനി മൂന്നാമത് ഒരു വര വരച്ചു എങ്കിൽ മൂന്നാമത് ഒരു വര വരയ്ക്കണം. ആ വര അവിടെ തന്നെ കാണണം. അപ്പൊ ഇവിടെ ഒരു വര ഇട്ടു, ഇവിടെ ഒരു വര ഇട്ടു, അപ്പൊ ഇവിടെ ഒരു വര ഇടണ്ടേ? അപ്പൊ ഇത് ജോയിൻ ചെയ്തപ്പോൾ ഒരു റെക്ടാങ്കിൾ കിട്ടി. റെക്ടാങ്കിൾ കിട്ടി. ക്ലിയർ ആണോ? റെക്ടാങ്കിൾ കിട്ടിയില്ലേ? ഇവിടെ തെറ്റല്ലേ? കാര്യം ആദ്യത്തെ വര ഇങ്ങോട്ടും രണ്ടാമത്തെ വര ഇങ്ങോട്ടുമാണ്. രണ്ടാമത്തെ വര എവിടെ? വരയില്ല. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞു. ഇനി ആദ്യത്തെ വര ഇങ്ങോട്ടാണ്, രണ്ടാമത്തെ വര ഇങ്ങോട്ടാണ്. രണ്ടാമത്തെ വര ഇവിടെ ഇല്ല, വെട്ടിക്കളഞ്ഞു. ആദ്യത്തെ വര ഇങ്ങോട്ടാണ്, രണ്ടാമത്തെ വര ഇങ്ങനെ കംപ്ലീഷൻ ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഈ വരയും കംപ്ലീഷൻ ഇല്ല. ഇത് തെറ്റാണ്. മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ആൻസേഴ്സ് എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഓക്കെ ആണ്. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? എല്ലാരും സെറ്റ് ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എല്ലാരും സെറ്റ് ആണ്, ക്ലിയർ ആണ് എന്ന് കമന്റ് ചെയ്തേ. എങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയുള്ളൂ. ആരാണ് ആൻസർ പറയുന്നതെന്ന് മാം നോക്കാൻ പോവുകയാണ്. ആരായിരിക്കും അടുത്ത ക്വസ്റ്റ്യനിൽ ഒന്നാമതായിട്ട് ഉത്തരം, അത് കറക്റ്റ് ഉത്തരം പറയുന്നതെന്ന് ലെറ്റ്സ് ചെക്ക്. ഓക്കെ, റെഡി. അതെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഒരുപാട് പേരുടെ ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരും നന്നായി കമന്റ് ചെയ്തു. ചക്കര കുട്ടികളാണ്, വളരെ വേഗം കമന്റ് ചെയ്യുന്നുണ്ട് ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ആൻസർ വന്നു. ആദിദേവ് ബി പറഞ്ഞു, ആരോൺ ബി പറഞ്ഞു. ഒരാള് ബി പറഞ്ഞപ്പോഴത്തേക്ക് പട്ടപ്പെട്ട മെസ്സേജസ് ആണ്. പിന്നെ കണ്ടിന്യൂസ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനേഷ് ബി പറഞ്ഞു, ഇവ ബി പറഞ്ഞു, അനിഖ പറഞ്ഞു, സിജിമോൾ, ഷെറിൻ പീറ്റർ പറഞ്ഞു. ഓക്കെ, ഒരുപാട് പേര് താണ്ട് ബി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി തന്നെ ആൻസർ എന്നാണ് പറയുന്നത്. ഒരാൾ സി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏഞ്ചൽ പറയുന്നു ബി ആണ് എന്ന് പറയുന്നു. ശ്രീനന്ദ ബി ആന്ന് പറയുന്നുണ്ട്. കൃഷ്ണേന്ദു പറയുന്നു ആൻസർ എ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ആൻസർ.
ഒരു കൺഫ്യൂഷനൊക്കെ കുറച്ചു പേർക്ക് വന്നു. ചിലർ എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ഇതിലേതാണ് നമുക്ക് നോക്കാം. ആരും ഡി പറഞ്ഞില്ല അല്ലെ? ഓക്കെ, അപ്പൊ ആദ്യത്തെ വര ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ആദ്യത്തെ വര, ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ആദ്യത്തെ വര ഇവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ലൈനിൽ ഈ വരയാണ്, ഈ വരയല്ലേ, ഈ വര ഇവിടെ ഉണ്ടല്ലോ. വരച്ചതിൽ നിന്ന് മാറരുത്, ആ വര അതുപോലെ അവിടെ കിടത്തണം. ഇപ്പൊ രണ്ടാമത്തെ വരയുണ്ട്. ഇനി മൂന്നാമത്തെ വര ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ടിരിക്കട്ടെ. മൂന്നാമത്തെ വര ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗർ ഇതാണ്ട്. ആദ്യത്തെ ഫിഗർ അങ്ങനെ തന്നെ, രണ്ടാമത്തെ ഫിഗർ ഇങ്ങനെ തന്നെ. ഈ ഫിഗർ അങ്ങനാണോ? അല്ല, ഇങ്ങോട്ടല്ല. ഈ ഫിഗർ തിരിച്ചിരിക്കുക, ഒരു മിറർ ഇമേജ് പോലെ തിരിഞ്ഞിരിക്കാം. ഈ ഫിഗർ ഇങ്ങനെ തന്നെ അല്ലെ? ഈ മൂന്ന് ഫിഗറും ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത വര എവിടെ വരയ്ക്കും എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനും കണ്ടില്ലായിരുന്നോ? അടുത്ത വര എങ്ങോട്ട് വരച്ചു? ഇങ്ങനെ വരച്ച് ഒരു ചതുരമാക്കി സെറ്റാക്കി. എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചതുരമാക്കി ആരെങ്കിലും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? ഒരു റെക്ടാങ്കിൾ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന വരകളെല്ലാം ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെ, സ്ലീപ്പിംഗ് ലൈൻ, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ലൈൻ, വെർട്ടിക്കൽ ലൈൻസ്. ഒന്നെങ്കിൽ സ്ലീപ്പിംഗ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്. നമ്മൾ ഇൻക്ലൈൻഡ് ലൈൻസ് എവിടെയെങ്കിലും വരച്ചോ? ഇല്ല. ഇത് ഇൻക്ലൈൻഡ് അല്ലേ? ഇത് വരച്ചില്ലല്ലോ. ഇൻക്ലൈൻഡ് വരച്ചോ? ഇല്ല. ഒന്നെങ്കിൽ ഇവിടെ നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ആണ് വരച്ചത്. അടുത്തത് നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ആണ് വരച്ചത്. ഇവിടെയും നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ആണ് വരച്ചത്. ഇനി നമുക്കിവിടെ സ്റ്റാൻഡിംഗ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ തന്നെ വരയ്ക്കണ്ടേ? ഇൻക്ലൈൻഡ് വരച്ചോ? വെർട്ടിക്കൽ വരച്ചത് ഈ ഓപ്ഷൻ അല്ലേ? അപ്പൊ ആൻസർ ബി ആണ്. അപ്പൊ ഇവിടുത്തെ സീരീസ് എന്താന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ. ഇവിടുത്തെ സീരീസ് എന്താണ്? സ്ലീപ്പിംഗ്, സ്റ്റാൻഡിംഗ്, സ്ലീപ്പിംഗ്, സ്റ്റാൻഡിംഗ്, സ്ലീപ്പിംഗ്, സ്റ്റാൻഡിംഗ്. ഇങ്ങനെയാണ് ഈ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണോ? ഇപ്പൊ ഡൗട്ട് വന്നവർക്കെല്ലാം ക്ലിയർ ആയില്ലേ? ഹായ് അതുല്യ. ഓക്കെ, തും സമൂർ വന്നിട്ടുണ്ട്. ABCDയും പറയുന്നു. ആരാണ് ഈ പ്രാവശ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത്? ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. നമ്മളുടെ ആൻസർ ബി ആണ്. ബി എന്നുള്ള ഉത്തരം ഏറ്റവും ആദ്യം പറഞ്ഞത് ആരാണ്? പറഞ്ഞോ. ഏറ്റവും ആദ്യം കമന്റ് ചെയ്തത് ആരായിരുന്നു? ബി എന്നുള്ള ആൻസർ ഏറ്റവും ഫസ്റ്റ് കമന്റ് ചെയ്തത് ആരായിരുന്നു? എ ആണ് ആദ്യമൊക്കെ വന്നത്. ബി, ആദിദേവ് അല്ലെ? ആദിദേവ് ആണ് ഏറ്റവും ആദ്യം ബി പറഞ്ഞത്. ആരോണും പറഞ്ഞു ബി, തൊട്ടു പുറകിൽ തന്നെ. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. റെഡിയാണോ? എത്ര പേർ റെഡിയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഫുൾ കംപ്ലീറ്റ് ശരിയാക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ലൈക്ക് ചെയ്തേ. ദാണ്ടെ ക്വസ്റ്റ്യൻ വരികയാണല്ലോ. ദാണ്ടെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗേഴ്സ് given below and select the figure that will complete the given series. ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ, നാലാമത്തെ ഫിഗർ എവിടെ? ഈ ഫിഗർ സീരീസ് കംപ്ലീറ്റ് ചെയ്യൂ. ഫിഗർ സീരീസ് കംപ്ലീറ്റ് ചെയ്യൂ. ഇവിടെ നമുക്ക് ഒരു സീരീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ആൻസർ വന്നിട്ടുണ്ട്. റയാൻ ലിജോ സി പറയുന്നു. കൃഷ്ണേന്ദു സി പറയുന്നു. തും സഹൂർ ആൻസർ പറഞ്ഞില്ല. ഹലോ അതുല്യ. ആദിദേവ് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ് ആദിദേവ്. ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ആദിദേവ് തന്നെയാണ് സി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആരുടെ ആൻസർ ആണ് ശരി എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആദിദേവാണ് ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത്. അതുല്യ അല്ലെങ്കിൽ പൊന്നു അല്ലെ? ഓക്കെ, ശ്രീനന്ദയും സി ആണ് പറയുന്നത്. ഹന്ന പറയുന്നത് സി ആണ്. റയാൻ പറയുന്നതും സി ആണ്. ഇനി ലെറ്റ്സ് ചെക്ക്. നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. നമുക്ക് നോക്കണം ആരുടെ ആൻസർ ആണ് ശരി.
ഇത് ഒരു ഇംഗ്ലണ്ട് ലൈൻ, 2 ഇംഗ്ലണ്ട് ലൈൻ, 3 ലൈൻ. അടുത്ത എത്ര ലൈൻ വരണം? 4 ലൈൻ വരണം. ഇത് ഒരു നാച്ചുറൽ നമ്പർ സീരീസ് ആണ്. 1 2 3 4. അടുത്ത 5 വരണം, 6 വരണം, 7 വരണം. ഇങ്ങനെയല്ലേ? ഇവിടെ ഒരുപാട് ലൈൻസ് ഇല്ലേ? ഇത് ആൻസർ അല്ല. ഇവിടെ ഒത്തിരി ലൈൻസ് ഇല്ലേ? ആൻസർ അല്ല. 1 2 3 4 5 ഉണ്ട്, ആൻസർ അല്ല. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു സി. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു സി. അതായത് 1 ലൈൻ, 2 ലൈൻ, 3 ലൈൻ, അടുത്തത് 4 ലൈൻ ആയിരിക്കണം. 4 ലൈനുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. നമ്മുടെ ആൻസർ സി ആണ്. വളരെ ഫാസ്റ്റ് ആയി നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം ഫിഗർ കറക്റ്റ് ആണോ. ആദ്യത്തെ ഫിഗർ ഇതാണ്. എല്ലാ ലൈനിലും ഈ ഒരു ഇതുണ്ടായിരിക്കണം. കണ്ടോ? ഇവിടെ ഉണ്ടോ ഇങ്ങനൊരു വര? ഇങ്ങനൊരു വര ഉണ്ടോ? ഇല്ല, വീണ്ടും തെറ്റാണിത്. ഇവിടെ ഉണ്ടോ ഇങ്ങനൊരു വര? തെറ്റാണിത്. ആ വര അവിടെ കണ്ടിരിക്കണം. ഇവിടെ കണ്ടോ? ആ ഒരു വര ഉണ്ട്. ആ ഒരു വര ഇവിടെ ഉണ്ട്. ഇവിടെയും ആ വര ഉണ്ട്. രണ്ടാമത്തെ ലൈനിൽ ഈ വരയാണുള്ളത്. ഇങ്ങോട്ട് ഇൻക്ലൈൻഡ്, ഇങ്ങോട്ട് ഇൻക്ലൈൻഡ്. അപ്പോ ഇവിടെ ഇത് രണ്ടും തെറ്റി. ഇനി നമ്മൾ കിടന്ന് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് ഇൻക്ലൈൻഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയും ഇൻക്ലൈൻഡ് ഉണ്ട്. മൂന്നാമത്തെ ലൈനിൽ ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര ഇവിടെയുണ്ട്. കണ്ടോ? 3 ലൈൻസും ഉണ്ട്. ഇവിടെ ഇവിടെ ആ ലൈൻ കാണുന്നില്ല. ഇവിടെ 2 ഇംഗ്ലണ്ട് അല്ലേ? ഇതാ ഇങ്ങനൊരെണ്ണം, ഇങ്ങനൊരെണ്ണം, ഇങ്ങനൊരെണ്ണം. അതിവിടെ ഇല്ല. ഇവിടെ അങ്ങ് സ്ട്രെയിറ്റ് ആയിപ്പോയി. അത് പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ തെറ്റി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൗണ്ട് ചെയ്തുകൊണ്ട് തെറ്റാന്ന് പറയാം. പിന്നെ ഈ ലൈൻസ് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിലും തെറ്റാന്ന് പറയാം. അടുത്തത് ഇങ്ങോട്ടാണ് വര വരുന്നത്. അപ്പൊ എല്ലാവർക്കും ആൻസർ പിടികിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആൻസർ പിടികിട്ടിയോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഫിഗർ സീരീസ് കംപ്ലീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്പർ എന്താണെന്ന് കണ്ടു. 2 4 6 8 10 ഇങ്ങനെ പോകുന്നു. ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യ എന്താണെന്ന് കണ്ടു. 1 3 5 7 9 എക്സെട്ര ഇങ്ങനെ പോകുന്നു. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് കണ്ടു. എണ്ണൽ സംഖ്യ അത് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ട്രയാങ്കിൾ 1 3 5. അടുത്ത ആൻസർ 7 ആയിരിക്കും എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അതിനകത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നു. 16th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിന്റെ ആൻസർ കണ്ടു. ഇനി ഈ ഒരു ഫിഗർ സീരീസ് ഏതാണ് എന്ന് നമ്മൾ കണ്ടു. ആൻസർ കണ്ടു. പിന്നെ നമ്മൾ ഇതിനകത്തെയും ആൻസർ കണ്ടു. അടുത്തത് നമ്മളുടെ ആൻസർ ബി ആയിരുന്നു. ഇനി നമ്മളുടെ ആൻസറിലേക്ക് പോയി. ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ സി ആയിരുന്നു. പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റ് അല്ലേ? എല്ലാരും സെറ്റ് എന്നുള്ളൊരു കമന്റ് ചെയ്ത്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ചോദിക്കണം. ഓക്കെ ആണ്? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ താണ്ടെ ഇതാണ്. എല്ലാരും ആൻസർ കമന്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും ആദ്യം ആൻസർ ചെയ്യുന്നത് ആരാന്ന് നമുക്ക് നോക്കാം. തുന്തും സഹൂറും ബാലവേന കപ്പുച്ചുയനയും ഒക്കെ വന്നു കഴിഞ്ഞു. നമ്മളത് മാത്രം നോക്കിയാൽ പോരാ. നമുക്ക് സ്കോളർഷിപ്പ് നേടണം, നന്നായി പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് വരണം. നന്നായി പഠിക്കുന്നവർക്കാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല വിലയുള്ളത്. നമ്മുടെ പേരൻസ് ഹാപ്പി ആകും, പ്രൗഡ് ആകും, ടീച്ചേഴ്സ് പ്രൗഡ് ആകും. എല്ലാരും നന്നായി പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ആൻസർ ഇതാ വന്നു കഴിഞ്ഞു. നമ്മളുടെ ആദിദേവ്, കൃഷ്ണേന്ദുവിനെ പിന്നെ കണ്ടില്ലല്ലോ. കൃഷ്ണേന്ദു എവിടെ? ആദിദേവ് ആൻസർ പറഞ്ഞു ബി. ശിവു ആൻസർ പറഞ്ഞു. ഇവ പറഞ്ഞു ബി. എലിസബത്ത് പറഞ്ഞു ബി. അനു പറഞ്ഞു ബി. മംസ് കിച്ചൺ, ഓമന, മഞ്ജു രാജേഷ്, നിഷ, റീന, ഷീമ പറഞ്ഞു, ഹന്ന പറഞ്ഞു ബി. ഓക്കെ. റയാൻ പറയുന്നു ബി. കൺഗ്രാറ്റ്സ് റയാൻ. റയാൻ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. ഇനി നമുക്ക് ആരോണിന്റെ ആൻസർ കണ്ടു. ആരോൺ. അപ്പൊ നമ്മള് ഇനി ആൻസറിലേക്ക് പോവുകയാണ്. എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സർക്കിൾ കണ്ടു. 3 സർക്കിൾ, കുഞ്ഞു സർക്കിൾസ് ആണ് അല്ലെ? ബബിൾസ് എന്നൊക്കെ പറയാം. 1 2 3 4 5. അടുത്ത എന്തായിരിക്കും? ഇതൊരു ഓഡ് നമ്പർ സീരീസ് അല്ലേ? 7 വരണം. ഒരുപാടില്ലേ? ആൻസർ തെറ്റാ. 1 4 5 6 7 8 9 തെറ്റല്ലേ?
1 2 3 4 5 6 7 കറക്റ്റ്. ഇത് ഒരുപാടില്ലേ? തെറ്റല്ലേ? അപ്പൊ നമുക്കൊരു 7 ആണ് വരേണ്ടത്. 7 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി 2 7 ഉണ്ടെങ്കിൽ പൊസിഷൻ നോക്കുക. ഒരെണ്ണം ഈ അറ്റത്തായിരിക്കണം. കണ്ട, ആൻസർ ഈ അറ്റം തന്നെ. 2 എണ്ണം ഇങ്ങനെ അടുപ്പിച്ചുണ്ടാകണം. 2 എണ്ണം അടുപ്പിച്ചുണ്ട്. ഇതൊരു ട്രയാങ്കിൾ പോലെ തൊട്ടടുത്ത് ഒരെണ്ണം ഉണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇനി കണ്ടോ, അടുത്തതിന് നേരെയും ഇവിടെയും. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ പൊസിഷൻ വെച്ചേക്കുവാണ്. അതിലല്ല ഇവിടെ കാര്യം. ഇവിടെ 1 3 5 7 കംപ്ലീറ്റ് ആകുന്നുണ്ടോ? അടുത്തത് 9 ആയിരിക്കും. ഇതിലോട്ട് വരും ആൻസർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആൻസർ ബി മനസ്സിലായോ? ആൻസർ ബി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഫിഗർ സീരീസ് കംപ്ലീഷൻ വളരെ സിമ്പിൾ അല്ലേ? ഒരു സീരീസിലായിരിക്കും ഇത് പോകുന്നത്. ആ സീരീസ് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ചിലപ്പോൾ 1 3 5 7 ഇങ്ങനെ ആയിരിക്കാം, 2 4 6 ഇങ്ങനെ ആയിരിക്കാം. പിന്നെ ഒരു ലൈനുകളായിരിക്കാം. ഇങ്ങനെ ഒരു നമ്പേഴ്സ് ഒന്നും ഇല്ലാണ്ട്, ഓഡ് നമ്പറിനോ ഈവൻ നമ്പറിനോ ഇല്ലാണ്ട് ഒരു വര, ഒരു ഇൻറ്റു, വീണ്ടും ഒരു വര, ഇൻറ്റു, ഒരു വര, ഇൻറ്റു ഇങ്ങനെ ആകാം. അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ, അത് കഴിഞ്ഞ് വീണ്ടും സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. എന്നിട്ട് ചോദിക്കും 17th പൊസിഷൻ ഏത്, 13th പൊസിഷൻ ഏത്. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്. ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സിമ്പിൾ ആണ് തോന്നിയോ? ഫിഗർ സീരീസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യും. കൃഷ്ണേന്ദു ആൻസർ പറഞ്ഞു, ആരുൺ പറഞ്ഞു, ഇവ പറഞ്ഞു, എലിസബത്ത്, റീന, അടുത്തത് രജു, അനു, നിഷ, ലിജി, ഒമാന, മുഹമ്മദ് സൗഹാൻ, ജിൻസി, ശ്രേജ, നിഖില, ഷീമ, ആര്യ, റീന, ജിൽസിന, മഞ്ജു, ശരണ്യ. അപ്പൊ എല്ലാവരുടെ ആൻസേഴ്സ് വന്നു. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുകയാണ്. ഇവിടെ ഒരു ഇംഗ്ലണ്ട് ലൈൻ, 2 ഇംഗ്ലണ്ട് ലൈൻ, 3 ഇംഗ്ലണ്ട് ലൈൻ, അടുത്തത് നമുക്ക് 4 ലൈൻസ് വരണം. 1 2 3 4 4 ലൈൻസ് ഉണ്ട്. 1 2 3 4 5 തെറ്റല്ലേ? കുറെ ഉണ്ട്, തെറ്റാണ്. 4 2 6 ഉണ്ട്, തെറ്റാണ്. 4 എണ്ണമുള്ള ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി നമ്മളുടെ സീരീസ് അതുപോലെ ഇല്ലേ? ഈ ലൈനുണ്ട്, ഇങ്ങോട്ടുള്ള ലൈനുണ്ട്, ഈ നേരെയുള്ള ലൈനുണ്ട്, പിന്നെ പുതിയൊരു ലൈൻ ഇങ്ങോട്ട് വരും. എല്ലാം ശരിയാണ്, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓപ്ഷൻ എ, ഹായ്, കൺഗ്രാറ്റ്സ്. ഞാൻ സിസാൻഡ് ബ്രോയുടെ പേര് മറന്നു, ഞാൻ കണ്ടിരുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറഞ്ഞിരുന്നു. കൺഗ്രാറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണ്. പൊന്നു അല്ലെ? പൊന്നു എന്നല്ലേ പേര്? കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെയിറ്റിംഗ് ആണോ എല്ലാവരും? ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാരും ഫാസ്റ്റ് ആയി ചെയ്യുക. ഹായ് എലിസബത്ത്, റെഡിയാണ്. ഷെറിൻ പീറ്റർ, ഹായ് ഷെറിൻ പീറ്റർ. റയാൻ, ഹന്ന തോമസ്, രണ്ട് ആൻസർ വന്നു കഴിഞ്ഞു. ഹായ് ശിവാനി, ഹായ് ശിവാനി. ഹായ് ജിൽസൺ, കൺഗ്രാറ്റ്സ്. ആൻസർ ശരിയാണല്ലേ? പൊന്നു ഓക്കെ. കൃഷ്ണേന്ദു ആൻസർ പറഞ്ഞു ബി. ആദിദേവ് ആൻസർ പറയുന്നു, ആരോൺ പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് ചെക്ക്. ആരുടെ ആൻസർ ആണ് ശരി? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ഇവിടാണ് തുടക്കം വന്നത്. കണ്ടോ, സെയിം പോലാണ്. ഇവിടാണ് തുടങ്ങിയത്. ഇത് കണ്ട സർക്കിളിന്റെ ഈ അറ്റത്ത് തുടങ്ങി. സെയിം പോലെ 1 2 3 4 ഉള്ളത് ചെക്ക് ചെയ്യുന്നു. ഇത് കുറെ ഉണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഇതല്ല. 3 3 6 ഇതല്ല. 2 4 5 ഇതല്ല. നമ്മുടെ ആൻസർ ബി ആണ്. 4 എണ്ണം ഉള്ളതാണ് നമ്മളുടെ ആൻസർ അല്ലേ? 4 എണ്ണം ഉള്ളല്ലേ നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യനിലുള്ള ഈ ലൈൻസ് അതുപോലുണ്ട്, ഇങ്ങോട്ടുള്ള ലൈൻസ് അതുപോലുണ്ട്, ഈ ഇംഗ്ലണ്ട് ലൈൻസ് അതുപോലുണ്ട്.
ക്ലിയർ അല്ലേ? പിന്നെ ഈ ലൈൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ലൈൻ ഇങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഫിഗർ ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ബി ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും ശരിയായോ? എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ആൻസർ മനസ്സിലായ എല്ലാവരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ആൻസർ പിടികിട്ടി എല്ലാവരും ഇമോജീസ് ഇട്ടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത ചോദ്യം താണ്ട വരികയാണ്. ഇതാണ് അടുത്ത ചോദ്യം. ഇത് ഈ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം ഈ ഫിഗർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കിട്ടിയോ? ഈ ഫിഗർ എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും? ഓക്കെ, എല്ലാവരും ആൻസർ പറയുന്നു. ദാണ്ടെ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ഇതൊരു ഹെക്സഗൺ ഷേപ്പ് ആണ്. ഇങ്ങോട്ട് വരയ്ക്കണം, ഈ ലൈൻ യോജിപ്പിക്കണം. കണ്ടോ? അപ്പോൾ ഈ ഹെക്സഗൺ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ എല്ലായിടവും കണ്ട് ഇങ്ങനൊരു നീട്ടി ഒരു വര വരച്ചിട്ടില്ലേ? ആ വര നീട്ടി ഇങ്ങ് വരയ്ക്കുക. ഇവിടെ കുഞ്ഞൊരു ഗ്യാപ്പ്. അപ്പൊ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിവിഷൻ, ഒരു കുഞ്ഞിത് സർക്കിൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനൊരു വര വരുന്നു, പിന്നെ ഇത് ഇങ്ങോട്ട് എടുത്തു, പിന്നെ ഇങ്ങനൊരു ക്രോസിംഗ് ഉണ്ട്. ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് ഏകദേശം തുല്യമായിട്ടല്ലേ ഡിവിഷൻ ചെയ്തേക്കുന്നത്? തുല്യമാണോ? അല്ല. ഒരു സൈഡിൽ വളരെ കുറവും മറ്റേ സൈഡ് കൂടുതലുമാണ്. ഇത് ഉത്തരമല്ല. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ സൈഡ് കുറവും ഈ സൈഡ് കൂടുതലുമല്ലേ? ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇതാണോ? ഇതല്ല. ഈ സൈഡ് ആയിരിക്കണം കുറവ്, ഈ സൈഡല്ലേ കുറവ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ഇത് പാറ്റേൺ കംപ്ലീഷൻ ഇങ്ങനെയല്ലേ വരേണ്ടത്? ഇങ്ങനെ. ഇത് കണ്ടോ, തിരിഞ്ഞല്ലേ ഇത് വന്നേക്കുന്നത്? തെറ്റാണ്. ഇത് തെറ്റല്ലേ? നമ്മുടെ ആൻസർ 2 ആണ്. നമ്മുടെ ആൻസർ എന്താണ്? 2 ആണ്. എല്ലാവർക്കും കിട്ടിയില്ലേ 2 ആണെന്ന്? ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ 2 ആണെന്ന്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് പറയണേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? വളരെ ഫാസ്റ്റ് ആയി പറയുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? കിട്ടി? എല്ലാവർക്കും ആൻസർ കിട്ടി? വളരെ സിമ്പിൾ ആണ്. കാര്യം ഇതൊരു ഹെക്സഗൺ ആണ്. അത് ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഇതൊരു ട്രയാങ്കിൾ പോലെയാണ്. തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ ഒരു ഹെക്സഗൺ പോലെ ഷേപ്പ് വന്നേക്കുന്നത് ഇത് മാത്രമാണ്. ഇത് കണ്ടോ, ചതുരമായി പോയി. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ 3 ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടി. ആൻസർ എന്താണ്? 3 ആണ്. അടുത്ത ഫിഗർ ഞാൻ കണ്ട് ഈ ക്വസ്റ്റ്യന് തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോ ഇത് നമ്മളുടെ ഓപ്ഷൻസ് A, B, C, D. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ആകും. നോക്കിക്കോണം ഏതാണ് ആൻസർ എന്ന് എല്ലാവരും പറയണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ആൻസർ കമന്റ് ചെയ്യാം. എല്ലാവർക്കും ആൻസർ കമന്റ് ചെയ്യാം.
കിട്ടിയ ആൻസർ കിട്ടിയ? ഡി കാണത്തില്ല. ഓക്കെ ഓക്കെ, ഡി കാണത്തില്ല. മാമിനെ ഒന്ന് നീക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഡി കാണാലോ? കാണാൻ പറ്റുന്നുണ്ടോ ഡി? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ കണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ വരച്ചേക്കുന്നു, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ. അത് കഴിഞ്ഞ് 6 എഴുതിയിരിക്കുന്നു, ഒരു എക്സ് അല്ലെങ്കിൽ ഇൻറ്റു ഇട്ടേക്കുന്നു. ഇനി എക്സ് മുകളിൽ വന്നപ്പോൾ 6 ഇവിടെ. ഇതൊരു റൊട്ടേഷൻ ആണ് അല്ലെ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ എക്സിന്റെ തൊട്ടടുത്തിരിക്കുന്ന 6 ഇവിടെ തന്നെ ഇല്ലേ? എക്സിന്റെ അപ്പുറവും ഇപ്പുറം ആരൊക്കെയാ? മാറ്റം ഉണ്ടോ? ഈ ഇങ്ങനെ കറുപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഈ റെക്ടാങ്കിൾ ഉണ്ട്. എക്സിന് അപ്പുറവും ഇപ്പുറവും ആളുണ്ടോ? ഉണ്ട്. കണ്ടോ, ഇവിടെ 6ഉം ഈ ഇങ്ങനെ അപ്പുറവും ഇപ്പുറം അത് തന്നെയല്ലേ? ആണ്. അപ്പോ നിങ്ങൾ നോക്കുമ്പോ എക്സിന് അപ്പുറവും ഇപ്പുറം 6ഉം ഇതും തന്നെ വരണം. വന്നിട്ടുണ്ടോ? ഇല്ല. എക്സിന്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവും 6ഉം. ഇപ്പൊ എക്സ് ഉണ്ട്, എക്സിന് അപ്പുറവും ഇപ്പുറം എന്താണ് എന്ന് നോക്കുക, അത് വരണം. അപ്പൊ ഇവിടെ ഈ എക്സ് ഇവിടെയാണ്. ഇവിടെ വന്നപ്പോ മുകളിൽ വന്നില്ലേ? മുകളിൽ വന്നു. ഇനി നമ്മൾ നോക്കുമ്പോ അടുത്തത് എക്സ് എങ്ങോട്ട് വന്നിരിക്കുന്നു? അത് എക്സ് താഴെയായിരുന്നു, ഇപ്പൊ ഇത് മുകളിൽ വന്നു, ഇപ്പൊ ഇത് ഇവിടെ വന്നു. ഇനി നമുക്ക് എക്സ് എങ്ങോട്ട് വരണം? എവിടോട്ട് വരണം എക്സ്? ഇത് കണ്ടോ, ഇവിടെ വന്നു, മുകളിൽ വന്നു, ഇവിടെ വന്നു. ഇനി നമുക്ക് എക്സ് താഴെ വരുന്നത് ഒന്ന് നോക്കിയാലോ? എക്സ് താഴെ വരണം. ക്ലിയർ ആണ്? എക്സ് താഴെ വരണം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ എക്സിന് തൊട്ടടുത്ത ആരുണ്ട്? ഈ ചതുരമുണ്ട് അല്ലെ? എക്സ് തൊട്ട് മുകളിലാണ്, അപ്പൊ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടാണ് ഇത് വരേണ്ടത്. എക്സിന് തൊട്ട് ബാക്കിലായിട്ട് ആരുണ്ട്? ആറുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പുമല്ലേ വരുന്നത്, ഇങ്ങനെയാണ്. ഇപ്പൊ 6 എടുത്തു കഴിഞ്ഞാൽ 6ന്റെ ഇപ്പുറത്ത് ഇതുണ്ട്, ഇൻറ്റു ഉണ്ട്. 6 എടുത്തു കഴിഞ്ഞാൽ ഈ ഇതും ഈ ഒരു ഇൻറ്റു. 6 എടുത്തു കഴിഞ്ഞാൽ 6ന്റെ അപ്പുറത്ത് ഇൻറ്റുവും ഈ ഒരു ഷേപ്പുമാണ്. എപ്പോഴും അത് സെയിം. ഇതാണ് നമ്മുടെ ആൻസർ ഫിഗർ. എവിടെയെങ്കിലും മാച്ചിങ് ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് എക്സ് തിരിച്ചാണ്, 6 എക്സ്. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ഇതാണ് നമ്മളുടെ ആൻസർ അല്ലെ? അപ്പൊ ഇതാണ് നമ്മളുടെ യഥാർത്ഥ ആൻസർ. ഇതാണ് നമ്മളുടെ യഥാർത്ഥ ആൻസർ. ഇത് തിരിഞ്ഞു വരണമായിരുന്നു. അതായത് ഇത് ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ആക്കി എടുക്കാൻ പറ്റൂ. എങ്ങനെ വരണം? ഇത് ഇങ്ങനെയും പിന്നെ ഇത് കളർ ചെയ്തും വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി പറയാം. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണ്? ആൻസർ ഫിഗർ എന്താണ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. ആൻസർ കമന്റ് ചെയ്യണേ. ഇത് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? ഇങ്ങനെ ഫില്ല് ചെയ്യാം. പിന്നെയോ ഇത് ഇങ്ങോട്ട് വരച്ചാൽ മതിയല്ലോ. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ആയില്ലേ? നമ്മൾ എന്തൊക്കെ വരച്ചു നോക്കുക. ഇവിടുന്നാണോ ഈ ലൈൻ? ഇവിടെ ജോയിൻ ചെയ്തോ ഈ സെന്റർ പോയിന്റിലേക്ക്? ഇല്ല, തെറ്റ്. സെന്റർ പോയിന്റ് ജോയിൻ ചെയ്തോ? തെറ്റ്. സെന്റർ പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടില്ല. ക്ലിയർ ആണ്? സെന്റർ പോയിന്റിലല്ല ജോയിനിങ് എന്ന് ഓർക്കുക. നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണ്? സെന്ററിൽ നിന്ന് ഇത്തിരി മാറി ഇങ്ങോട്ട്, ഈ സെന്ററിൽ നിന്ന് ഇത്തിരി മാറി ഇങ്ങോട്ട് അല്ലെ? ഇത് കണ്ടോ? ഈ അറ്റത്ത് വരെ വന്ന് മുട്ടി. ഇവിടം വരെ വന്ന് മുട്ടാൻ പാടുണ്ടോ? ഇവിടെ വന്ന് മുട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇവിടം വരെ നിൽക്കാവോ? അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്.
എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാലേ അതിന്റെ ആൻസർ കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ നന്നായി ശ്രദ്ധിച്ചു നോക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നും കൂടെ ആൻസർ മാം പറയുന്നതാണ്, ശ്രദ്ധിക്കുക. പലരും ഇത് കൺഫ്യൂഷനായി. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഫിഗർ. ഒറിജിനൽ ഫിഗർ നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഇത് കണ്ടോ, ഈ സൈഡ് ഇവിടെ മുട്ടി, ഈ സൈഡ് താഴെ മുട്ടി. പക്ഷെ ഇവിടം വരെ വന്ന് മുട്ടിയോ? ഇല്ല, തൊട്ട് മുമ്പിൽ മുട്ടൽ നിന്നു. അപ്പൊ ഇത് വരയ്ക്കേണ്ടത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇത് എന്നാ ഇവിടെ വരെ വന്ന് മുട്ടുകയും വേണം. കണ്ട, ഈ ഭാഗം ഇവിടം വരെ വന്ന് മുട്ടണം. എന്നാൽ ഇവിടെ ഈ അറ്റം വരെ വന്ന് മുട്ടണോ? വേണ്ട. ഇവിടെ ഈ അറ്റം വരെ വന്ന് മുട്ടണോ? വേണ്ട. ഇത് രണ്ടും തെറ്റി. ഇനി ഇത് ഇവിടം വരെ മുട്ടിയോളൂ, കറക്റ്റാ. പക്ഷെ ഏതാണ്ട് ഈ ഭാഗം നോക്കിയേ, ഈ ഒരു ഗ്യാപ്പില്ലേ, ഇവിടെ ഈ അറ്റത്ത് വന്ന് മുട്ടിയോ? അറ്റത്ത് വന്ന് മുട്ടിയോ? ഇല്ല, ഇവിടെ വന്നാണ് മുട്ടിയത്. അപ്പൊ ആൻസർ എന്താണ്? 4 ആണ്. നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ ഇരിക്കുന്ന വേറെ എന്തെങ്കിലും ആൻസർ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയവരെല്ലാം കമന്റ് ചെയ്തേ. ആൻസർ കിട്ടിയ എല്ലാരും കമന്റ് ചെയ്തേ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും പിടി കിട്ടി. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പിടി കിട്ടിയില്ലേ? ഹന്ന ആൻസർ ശരിയല്ലേ? ഓക്കെ, കൃഷ്ണേന്ദു ആൻസർ ശരിയല്ലേ? ഹായ് രാഹുൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയില്ലേ? ഹായ് പൊന്നു, പൊന്നിന് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ ഒക്കെ പറഞ്ഞു. ആ 4 കിട്ടി കിട്ടി, പൊന്നുവിന് കിട്ടിയായിരുന്നു. ഓക്കെ, അടുത്ത ആൻസേഴ്സ് വന്നു. ആൻഡ്രിയ 1 പറയുന്നു, പൊന്നു A പറയുന്നു. രജി കമന്റ് എന്ത് പറ്റി? രജി പറയൂ. ഷൗഹാൻ ഓക്കെ. കൃഷ്ണ എന്ത് പറഞ്ഞു? ആ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും 1 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്യാലോ. ഒറ്റ ലൈനാണ് അല്ലെ? അതെല്ലാവരിലും ഉണ്ട്. ഇനി നമുക്ക് ഈ സർക്കിളിൽ ഇരിക്കുവാണ് നമ്മുടെ ഉത്തരം. ഈ സർക്കിൾ ഇങ്ങോട്ട് ഇരിക്കുന്നു, ഇത് താഴോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇത് മുകളിലോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം? ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ ഇങ്ങോട്ട്. ഇയാൾ ഇങ്ങോട്ടല്ലേ? എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആൾ ഇങ്ങോട്ട് ഇരിക്കണ്ടേ? ഇവരെ കോണോട് കോൺ നോക്കുക. ഈ കോണോട് കോണുള്ള ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ ഇങ്ങോട്ട്. ഇവിടുത്തെ കോണുള്ള ആൾ ഇങ്ങോട്ട്, ഇയാൾ ഇങ്ങോട്ട്. കണ്ടോ? ഈ കോൺ കോൺ ശ്രദ്ധിക്കണം. ഇവിടുന്ന് അപ്പോ ഒരു സർക്കിൾ വരച്ചാൽ പകുതി ഇവിടെ ഇങ്ങനെ വരണം. ക്ലിയർ ആണ്? ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. നമ്മുടെ ആൻസർ 1 എന്ന് വരും. താഴോട്ടാണോ? അല്ല. ഇങ്ങോട്ടാണോ? അല്ല. മുകളിലോട്ടാണോ? അല്ല. അപ്പൊ നമുക്ക് വരേണ്ടത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടാണ് ആരോ വരേണ്ടത്. അതായത് ഈ ഭാഗം ഡാർക്കിഷ് ആവുക, ഈ ഭാഗം പ്ലെയിൻ ആക്കി ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ A ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പിടികിട്ടിയോ? എന്താണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ എന്ന് മാം പറഞ്ഞു. മാം ജസ്റ്റ് ഒരു ഔട്ട്ലൈനായി പറഞ്ഞു. ലോഡ് നമ്പർ ഉണ്ട്, ഈവൻ നമ്പർ ഉണ്ട്, നാച്ചുറൽ നമ്പർ ഉണ്ട്, കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ മാം പറഞ്ഞു. ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിലൂടെ നിങ്ങളെ കാണിച്ചു. 17th ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ, ഇങ്ങനെ സീരീസുകൾ വരും. പിന്നെ ഇങ്ങനെ റെക്ടാങ്കിൾ സീരീസ് കണ്ടു. പിന്നെ വേറൊരു പോർഷനിലേക്ക് നമ്മൾ കണ്ടു. ഇതുണ്ട് ഇംഗ്ലണ്ട് ലൈൻസ്, അത് നമ്മൾ ചർച്ച ചെയ്തു. 1 3 5 7 അപ്പൊ അതിലെടുത്തു. ഇതും ഇംഗ്ലണ്ട് ലൈൻസ് ആണ്, ഇത് ഇംഗ്ലണ്ട് ലൈൻസ് ആണ്. 1 2 3 4 ഇത് കൗണ്ടിങ് നമ്പേഴ്സും കൂടെ അവിടെ വന്നിരിക്കുന്നു. സീരീസുകൾ നോക്കുക. ഇത് നെക്സ്റ്റ് നമ്പർ, നെക്സ്റ്റ് മാച്ച് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഫിഗർ ചെയ്ത് ഇത് നമ്മൾ നെക്സ്റ്റ് ഫിഗർ കണ്ടു, ഇതും കണ്ടു. ഇവിടെ നമ്മൾ അടുത്ത ഫിഗർ കണ്ടു. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനും ചെയ്തു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഇതൊരു ഫിഗർ, മറ്റൊരു ഫിഗർ, ഇതടുത്ത ഫിഗർ. ഇനി വീണ്ടും വരയ്ക്കുകയാണ്. ഇനി എന്ത് വരും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ഇത് A, ഇത് B, ഇത് C, ഇത് D.
എന്താണ് വരാൻ പോകുന്നത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇതിങ്ങനെ 3-3 സീരീസ് പോവുകയാണ്. ഇത് നെക്സ്റ്റ് ആവർത്തിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഇതേ സീരീസിൽ 12th ഏതാണ്? 12th വരുന്നത് ഏത്? ഇത് 3 ഇത് 6 ഇത് വരും, 9 ഇത് വരും, 12 എന്ത് തന്നെ വരും? ഈ റെക്റ്റാങ്കിൾ തന്നെ വരും. 12 ഈ റെക്റ്റാങ്കിൾ തന്നെ വരും. ക്ലിയർ ആണോ? അതും എല്ലാവർക്കും പിടി കിട്ടിയോ? അതും എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഫിഗർ സീരീസ് എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? 12th വരുന്നതിൽ മാറ്റമുണ്ട്. 12th വരുന്നത് ഈ റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഫാസ്റ്റ് ആയിട്ടും ചെയ്തേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഫാസ്റ്റ് ആക്കി ചെയ്യണേ. എന്താണ് ആൻസർ? എല്ലാരും 1 പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ വരച്ചില്ലേ? ദാണ്ട് ഇത് നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇങ്ങോട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തു, ഇങ്ങോട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തു, ഇങ്ങോട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ പോർഷൻ കിട്ടി. അതിൽ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻക്ലൈൻഡ് ലൈൻസ് അല്ലേ നമുക്ക് കിട്ടുന്നത്? ആണ്. അത് തന്നെ 2 ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. 2 ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ദാണ്ട് ഇവിടുത്തെ ഫിഗർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു, ഒരു ചതുരം പോലെ ആക്കുന്നു, ഒരു കുത്തുമിടണം അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചതുരം പോലെ ആക്കുന്നു, കുത്തിടണം. ഇവിടെ ഇങ്ങനെ ഒരു അഡീഷണൽ ഭാഗം ഇവിടെ ഉണ്ട്. കണ്ടോ? ഇവിടെ എല്ലായിടും ഒരു അഡീഷണൽ ഭാഗം ഇല്ലേ? ഉണ്ട്. ഇതിന് ഈ അഡീഷണൽ ഭാഗം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഉത്തരമല്ല. ഇവിടെ അഡീഷണൽ ഭാഗം ഇല്ല. ഇപ്പുറത്ത് കൊണ്ട് വരച്ചേക്കുന്നു. തെറ്റല്ലേ? തെറ്റാണ്. ക്ലിയർ ആണ്? അതായത് ഉള്ളി വരച്ചു, അത് ഓക്കെയാണ്. ഉള്ളി വരച്ചത് ഓക്കെയാണ്. പുറത്ത് വരയ്ക്കാതിരുന്നാൽ മതി. അതായത് ശ്രദ്ധിക്കുക, അഡീഷണൽ ഭാഗം എവിടെ വരയ്ക്കുന്നത്? ഉള്ളിലോട്ടാണ് അല്ലെ? അതായത് ദാണ്ടെ ഇവിടെ ആണെങ്കിൽ എങ്ങോട്ട് വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് നമുക്കത് ഇങ്ങനെ കിട്ടണം. ഇങ്ങനല്ലേ കിട്ടേണ്ടത്? ഇവിടെ നമുക്ക് ഉത്തരത്തിൽ ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അപ്പൊ ഇവിടെ ഇത് രണ്ടും അങ്ങനെയല്ല വന്നേക്കുന്നത്. പിന്നെ ദാണ്ട് ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. അപ്പൊ അതും ഇത് തെറ്റാണ്. ഇത് 2 അർത്ഥത്തിൽ തെറ്റാണ്. ക്ലിയർ ആണ്? ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ 2 ഫിഗർ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഫിഗറിലും ഇങ്ങനത്തെ പോർഷൻ ഉണ്ട്, ഈ ലൈൻ ഉണ്ട്. ഈ ഫിഗറിലും ഇങ്ങനത്തെ പോർഷൻ ഉണ്ട്, ഈ കുത്തുണ്ട്. ഇവിടെയും 2 ലൈൻസ് ഉണ്ട്, ഇവിടെയും 2 ലൈൻസ് ഉണ്ട്. ഇവിടെ 2 ലൈൻസ് ഉണ്ട്, 2 ലൈൻസ് ഉണ്ട്. അപ്പൊ ഈ 2 ഫിഗർ തമ്മിൽ നല്ല ഡൗട്ട് വരണം. ഇത് രണ്ടും തെറ്റാണ്. എന്നിട്ട് നമ്മൾ നോക്കണം, നമുക്ക് വരേണ്ടത് ഇൻക്ലൈൻഡ് ലൈൻസ് അല്ലായിരുന്നോ? ആയിരുന്നല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഫിഗറിനെ എന്ത് ചെയ്തേക്കുവാണ്? മിറർ ഇമേജ് ചെയ്ത് ഇവിടെ വെച്ചേക്കുവാണ്. നമുക്ക് ഈ ഇൻക്ലൈൻഡ് ലൈൻസ് എന്തൊരു മിറർ ഇമേജ് ചെയ്താലും വെർട്ടിക്കൽ ലൈൻസ് ആയി മാറുമോ? ഇത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. നിങ്ങൾ നോക്കുക, ഞാനൊന്ന് മായ്ക്കുകയാണ് ഈ ഫിഗർ എല്ലാം. മായ്ക്കട്ടെ? നോക്കുക, നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ എ ആണെങ്കിൽ, നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ എ ആണെങ്കിൽ നിങ്ങൾ വരയ്ക്കാൻ പോകേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 വര ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാൽ ഇതുമായി മാച്ച് ആകുമോ? ഇല്ല. അതൊരു ഇൻക്ലൈൻഡ് ലൈൻ ആണ്, ഇതുമായി മാച്ച് ആകേണ്ടത്. അപ്പൊ നമ്മുടെ ഉത്തരം 4 ആണ്. മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് ഫാസ്റ്റ് ആയി വെട്ടിക്കളയാം. പക്ഷെ ഇത് രണ്ടും കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആവണം. എന്നിട്ട് നമ്മൾ ആൻസറിലേക്ക് പോകണം. കാരണം ഇത് എല്ലാം ഇൻക്ലൈൻഡ് ലൈൻസ് ആണ്. ഇവിടെ വെർട്ടിക്കൽ ലൈൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉത്തരത്തിലേക്ക് പോയത്. എല്ലാവർക്കും കിട്ടിയോ?
ഇപ്പൊ എല്ലാവർക്കും തെറ്റ് മനസ്സിലായോ? ട്വിസ്റ്റ് പിടി കിട്ടിയോ? രാത്രിയിലത്തെ ട്വിസ്റ്റ് കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ, ബൈ. അപ്പൊ നമുക്ക് നാളെ എക്സാം ഉണ്ട്. എക്സാമിന് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു കൃഷ്ണേന്ദു, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ? എല്ലാവർക്കും നന്നായി മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കില് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആകരുത്. എപ്പോഴും നമ്മൾ സസൂക്ഷ്മം നമ്മുടെ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും ചെറിയ മിസ്റ്റേക്സിലൂടെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ഇംഗ്ലണ്ട് ലൈൻ ആണോ? നമ്മൾ ഓരോ പോയിന്റും കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യണം. ഇങ്ങനെയാണോ? ഈ 2 ലൈൻസ് അവിടെ ഉണ്ടോ? ഈ 2 വരെ എല്ലായിടും ഉണ്ടോ? ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി ഇതിനെ നമുക്ക് വെട്ടിയാൻ കളയാം. ഇതെന്തായാലും അല്ല, പിന്നെ ഇത് നോക്കണ്ട, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഇങ്ങനെയില്ല, ഇത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് തമ്മിൽ നമ്മൾ സസൂക്ഷ്മം നോക്കണം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ വെട്ടണം. ക്ലിയർ ആണോ? എന്നിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസറിലേക്ക് പോകാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കൂടി നേരത്തെ തന്നെ നേരുകയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു. എല്ലാവരും ക്ലാസ് എൻജോയ് ചെയ്തു. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.